ചക്കക്കൂരു ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? എനിക്ക് ചക്കക്കൂരു ഭയങ്കര ഇഷ്ടമാണ്. ചക്കക്കൂരു ഉപ്പേരിയും അതുപോലെ തന്നെ ചക്കക്കൂരു മാങ്ങ ഇട്ട് വെക്കുന്നതും ചക്കക്കൂരു ചെമ്മീൻ ഇട്ട് വെക്കുന്നതും പരിപ്പും ചക്കക്കൂരു ഇട്ട് വെക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കറികളാണ് കേട്ടോ. അപ്പോൾ തലേദിവസം നന്നാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് ഇത് ഉപ്പേരി വെക്കാമല്ലോ എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്നത്. ചക്കക്കൂരുവിൻ്റെ ആ പോള കളഞ്ഞിട്ട് ആ ബ്രൗൺ കളയാതെ ഞാൻ മുറിച്ചിടാണ് കേട്ടോ പാത്രത്തിലേക്ക് ചെയ്യണത്. ഇത് അന്ന് കുറച്ച് ചക്ക കിട്ടിയില്ല, അതിൻ്റെ ചക്കക്കൂരാണ് കേട്ടോ. ഒരു കുഞ്ഞ് ചീനിച്ചട്ടിയിലുണ്ട്, ഒരു ചെറിയ പേരിക്കുള്ളതുണ്ട്. അമ്പാടിയും ഉണ്ണിക്കുട്ടനും ദേ ഇവിടെ ഇരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. സിനിമയുണ്ട് മഞ്ഞുമൽ ബോയ്സ്. ഉണ്ണിക്കുട്ടൻ നല്ല സിനിമാ ഭ്രാന്തനാണ് കേട്ടോ. ചക്കക്കൂരൊക്കെ ദേ ഇവിടെ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ വേസ്റ്റൊക്കെ ഒന്ന് എടുത്തിട്ട് നമ്മുടെ ടേബിളൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഈ ചക്കക്കൂര് നന്നാക്കി കഴിയുമ്പോൾ നമ്മുടെ കയ്യിലും കത്തിയിലും ഒരു തരം പശപ്പ് പോലെ ഫീൽ ചെയ്യും. അത് പോവാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് കയ്യിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കും കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ റബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലത്തെ പശയൊക്കെ പോകും കേട്ടോ. പിന്നെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കത്തിയിലത്തേലും പോകാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ പശ പോവാൻ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.